എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 5ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കഴിഞ്ഞു. ഇനിയിപ്പോൾ ആനുവൽ എക്സാം ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റൊക്കെ നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ഉണ്ടാവുക, ഒരു കോംപ്രിഹെൻഷനാണ്. ഈ ഒരു ആക്ടിവിറ്റിക്ക് പറയുക നമ്മൾ കോംപ്രിഹെൻഷൻ എന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോയമോ അല്ലെങ്കിൽ പാസേജോ തരും. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും താഴെ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എന്താവും, ഈ തന്ന പാസേജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് തിരഞ്ഞെടുത്ത് എഴുതിയേ വേണ്ടൂ. ഇങ്ങനെ നമ്മൾ ഫുൾ 5 ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതിയാൽ നമുക്ക് 5 മാർക്കാണ്, എ ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. കാരണം ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ട് എഴുതേണ്ട. നമുക്ക് ഈ ഒരു പാസേജോ പോയോ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പോയമാണ്, ചിലപ്പോൾ പാസേജും തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയം ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാം. Read the poem and answer the questions given below. The sky is dark and the ground is white. The world is peaceful on this wintry night. No one around, not a sound to be heard. Not a laugh, not a car, not even a bird. For a moment, it is just the snow and me. I smile inside, I feel so free. അപ്പോൾ ഈ പോയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ചോദ്യം നോക്കാം. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സെൻറ്റൻസിൻ്റെ അറ്റത്തുള്ള വേർഡ്സ് അത് സെലക്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. ഇവിടെ നോക്കൂ, ഹിയർഡ് ബേർഡ്. ഇവിടെ ഹിയർഡ് എന്ന് എൻഡ് ചെയ്യുന്നത് ഡി സൗണ്ടിലാണ്. അപ്പോൾ ഇത് രണ്ടും ബേർഡ് എൻഡ് ചെയ്യുന്ന ഡി സൗണ്ടിലാണ്. ഇതൊരു റൈമിംഗ് വേർഡ്സാണ്. അതേപോലെ ഇവിടെ നോക്കൂ, വൈറ്റ് നൈറ്റ്, രണ്ടും എൻഡ് ചെയ്യുന്ന ടി എന്ന സൗണ്ടിലാണ്. അപ്പോൾ ഇതും നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം വൈറ്റ് നൈറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹിയർഡ് ബേർഡ് എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ മീ ഫ്രീ, അത് രണ്ടും എൻഡ് ചെയ്യുന്ന എന്താണ്, ഇ എന്ന സൗണ്ടിലാണ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് നമുക്ക് കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. നമ്മൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റാണ് റൈമിംഗ് വേർഡ്സ് ഉണ്ടാവുക. അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഹൗ ഡസ് ദ സ്കൈ അപ്പിയർ. സ്കൈ എങ്ങനെയാണ്, ഇവിടെ തന്നെ ഉണ്ട് ദ സ്കൈ ഈസ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം, ദ സ്കൈ അപ്പിയേഴ്സ് ടു ബി ഡാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സീസൺ ഈസ് മെൻഷൻഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഏത് സീസണാണ്. അപ്പോൾ നമ്മളിവിടെ വിൻട്രി നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വിൻ്റർ സീസണാണ്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡസ് ദ പോയറ്റ് സേ താങ്ക് ദ വിൻട്രി നൈറ്റ് ഈസ് പീസ്ഫുൾ. എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് ഈ വിൻ്റർ നൈറ്റ് വളരെ സമാധാനപരമാണെന്ന്. ഓക്കെ, നോട്ട് വൺ അറൗണ്ട്, നോട്ട് എ സൗണ്ട് ടു ബി ഹിയർഡ്, നോട്ട് എ ലാഫ്, നോട്ട് എ കാർ, നോട്ട് ഈവൻ ബേർഡ് അല്ലേ. ആ ഒരു സെൻറ്റൻസിലാണ് ബിക്കോസ് ദർ വാസ് നോ വൺ അറൗണ്ട്. ഈ ചുറ്റുപാടും ആരുമില്ലാത്തത് കൊണ്ട് ഇത് വളരെ സമാധാനപരമായിട്ട് കവിക്ക് തോന്നുകയാണ്. ഇനി ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. ഈ പോയത്തിന് ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം, എ വിൻട്രി നൈറ്റ് എന്ന് എഴുതാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി കോംപ്രിഹെൻഷനാണ്. ഇപ്പോൾ ഇതിൽ പോയമാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാസേജ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യന്, അതിൽ നിന്ന് ആൻസറും നമ്മൾ എഴുതുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡിൽ എഴുതാനാണ്. റിഡിൽ നിങ്ങൾക്കറിയാലോ. ഇവിടെ നോക്കൂ, ഹിയർ ഈസ് എ റിഡിൽ എബൌട്ട് മിറർ. മിററിനെ കുറിച്ചുള്ള ഒരു റിഡിലാണ്. അപ്പോൾ അത് നോക്കാം. ഐ റിഫ്ലക്റ്റ് യുവർ ഇമേജ്. ഞാൻ നിങ്ങളുടെ ഇമേജ് കാണിക്കുന്നു. ഐ ആം സോ സ്മൂത്ത്. ഞാൻ വളരെ സ്മൂത്താണ്.
ഹൂ ആമായി, ഞാൻ ആരാണ്. അപ്പോൾ നമുക്കറിയാം മിററാണ്. ഇങ്ങനത്തെ 2 റിഡിൽസ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് 2 റിഡിൽസ് അബൌട്ട് എനി ഒബ്ജക്റ്റ് യു ലൈക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റിഡിൽ ഉണ്ടാക്കാം. കടങ്കഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അപ്പോൾ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാനാണ് നമുക്ക് തന്ന പ്രവർത്തനം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മോഡൽ നോക്കാം. ഐ ആം എ ബേർഡ്, ഞാനൊരു ബേർഡാണ്. ഐ കാൺ ഫ്ലൈ, പക്ഷേ ബേർഡാന്ന് വെച്ചാൽ സാധാരണ ഫ്ലൈ ചെയ്യുമല്ലോ, പറക്കുമല്ലോ. പക്ഷേ എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ആം ദ ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ബേർഡ്, പക്ഷേ ഞാനാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന പക്ഷി. ഹൂ ആമായി, ഞാൻ ആരാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രിച്ചിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രിച്ചിൻ്റെ പ്രത്യേകതകളെല്ലാം കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ബേർഡാണ്. അതേപോലെ തന്നെ അതിന് പറക്കാൻ കഴിവില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു റിഡിലാണ്. ഐ ആം വിത്ത് യു ഓൾ ദ ടൈം, ഞാൻ നിങ്ങളുടെ കൂടെ ഏത് സമയവും ഉണ്ട്. ഐ ഹാവ് ലെഗ്സ്, ഹാൻഡ്സ് ആൻഡ് ഹെഡ്, എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്. ബട്ട് ഐ ഹാവ് ഇൻ ലൈഫ്, പക്ഷേ എനിക്കെന്ത് ജീവനില്ല. ഹൂ ആമായി, ഞാൻ ആരാണ്. അപ്പോൾ അതിന് ഷാഡോ എന്ന് ഉത്തരം എഴുതുക. ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴലിന് കയ്യും കാലും ഒക്കെ ഉണ്ട്, പക്ഷേ ജീവനില്ല, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ, നിഴൽ, ഷാഡോ. ഓക്കെ, ഇങ്ങനെ രസകരമായിട്ടുള്ള റിഡിൽസ് നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാം. അടുത്തത് ഒരു ഡയറി എൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഏത് ഡയറി എൻട്രി ആണെന്ന് നോക്കാം. ഡയറി എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ ഒരേ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡേറ്റ് എഴുതണം. ഓക്കെ, ഡേറ്റും അതേപോലെ തന്നെ ദിവസത്തിൻ്റെ പേരും, പറ്റുമെങ്കിൽ നിങ്ങൾ സമയവും എഴുതണം. ഓക്കെ, റൈറ്റ് എ ഡയറി എൻട്രി ഓഫ് മെഗ് അബൌട്ട് ഹെർ വിസിറ്റ് ടു ബിൽസ് ഡാഡ്സ് ഫാം. അപ്പോൾ മെഗ് എവിടെ പോയതാണ്? ബിൽസ്, ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ ഫാമിൽ പോയതാണല്ലേ. വേർ ദേ ഫെഡ് ആനിമൽസ്, അവിടെ അവർ ആനിമൽസിനൊക്കെ ഭക്ഷണം കൊടുത്തു. ഹെൽപ്ഡ് വിത്ത് ചോസ് ആൻഡ് ഹാഡ് എ ക്ലോസ് എൻകൗണ്ടർ വിത്ത് ബീ ഹൈവ്, ഒരു ബീ ഹൈവിൽ അവർക്കൊരു എൻകൗണ്ടറും ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്നത്തെ ദിവസത്തെക്കുറിച്ച് മെഗ് എഴുതുന്ന ഒരു ഡയറി എൻട്രിയാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ്, ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം അല്ലേ. ഡേറ്റ് മസ്റ്റാണ്, ദിവസത്തിൻ്റെ പേരും നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ, ഒരു ദിവസം നമുക്ക് എന്തായാലും അത് സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടൊരു സെൻറ്റൻസ് ആണ്. ഇനിയിപ്പോൾ സങ്കടമായാലും സന്തോഷമായാലും നമുക്ക് എഴുതാം, ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ, എനിക്ക് ഇന്ന് മറക്കാൻ കഴിയാത്ത ദിവസമാണ്. ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ. ഓക്കെ, ഇനി ടുഡേ വാസ് എ ഫൺ ഡേ, ഇന്നൊരു രസകരമായ ദിവസമായിരുന്നു. അറ്റ് ബിൽസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം, എവിടെയായിരുന്നു? ബില്ലിൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ ഫാമിൽ വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ എന്താ എഴുതിയത്? ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ എന്ന് എഴുതി. പിന്നെ ടുഡേ വാസ് എ ഫൺ ഡേ അറ്റ് ബിൽസ് ഗ്രാൻഡ് ഡാഡ്സ് ഫാം. വി ഹെൽപ്ഡ് ഹിം വിത്ത് ഫാം വർക്ക്, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഫെഡ് ദ ആനിമൽസിനൊക്കെ ഭക്ഷണം കൊടുത്തു. വി ഓൾസോ പ്ലാന്റഡ് സീഡ്സ്, ഞങ്ങൾ സീഡ്സൊക്കെ പ്ലാന്റ് ചെയ്തു, വിത്തുകളൊക്കെ നട്ടു. ബട്ട് ദെൻ സംതിങ് സ്കേറി ഹാപ്പൻഡ്, പക്ഷേ പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്നൊരു സംഭവം ഉണ്ടായി. ബട്ട് ദെൻ സംതിങ് സ്കേറി ഹാപ്പൻഡ്. ബിൽ ആക്സിഡൻ്റലി ഡിസ്റ്റർബ്ഡ് ദ ബീസ്, ബില്ലെന്ത് ചെയ്തു? ബീസിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തു, ശല്യപ്പെടുത്തി. വി ഹാഡ് ടു റൺ ഫാസ്റ്റ് ടു ദ സ്ട്രീം ടു ഗെറ്റ് അവേ, അപ്പോൾ നമ്മൾ സ്ട്രീമിലേക്ക് ഓടിപ്പോയി അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇത്രയാണ് ഡയറി എൻട്രി, സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും സെൻറ്റൻസ് ഒന്നും എഴുതേണ്ട, 5 സെൻറ്റൻസ് നമ്മൾ എഴുതിയാൽ മതി. അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസാണ് നമ്മളൊരു ഡയറി എൻട്രിക്ക് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡേറ്റ് എഴുതി. പിന്നെ ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ, ടുഡേ വാസ് എ ഫൺ ഡേ അറ്റ് ബിൽസ് ഗ്രാൻഡ് ഡാഡ്സ് farm. We helped with the farm work and fed animals. We also planted seeds. But then something scary happened. Bill accidentally disturbed the bees. We had to run fast to the stream to get away. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസ് ഇപ്പം ഡിസ്കസ് ചെയ്തു. ഒന്ന് നമ്മൾ ചെയ്തത് കോംപ്രിഹെൻഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ നമ്മൾ ചെയ്ത റിഡിൽസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഒരു ഡയറി എൻട്രി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനാണ്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. നമ്മൾ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ഫാമർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ നാട്ടിൽ ഒരു കൃഷിക്കാരനുണ്ട്. ഇമാജിൻ ദാറ്റ് ദർ ഈസ് എ ഫാമർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഫാമർ ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഹീ മേക്സ് യൂസ് ഓഫ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ അവരെന്താണ് നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ കൃഷി നടത്തുന്നത്. നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കലൊന്നും ചേർക്കാത്ത വളങ്ങളൊക്കെ ഉപയോഗിച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃഷി. ഈ കൾട്ടിവേറ്റ്സ് വെജിറ്റബിൾ. അദ്ദേഹം എന്തൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ട്, ബനാനാസ് ഉണ്ടാക്കുന്നുണ്ട്, അതർ ഫ്രൂട്ട്സും ഉണ്ടാക്കുന്നുണ്ട്. ഈസ് ഫാമിലി സപ്പോർട്ട്സ് ഹിം. അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഹി ഹാസ് എ ഗുഡ് ഹീൽഡ് എവരി ഇയർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാണ് നമുക്ക് ഉള്ള ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാം, വാട്ട് ഇൻസ്പയർഡ് യു ടു അഡോപ്റ്റ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ? വാട്ട് ഇൻസ്പയർഡ് യു ടു അഡോപ്റ്റ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ? എന്താണ് നിങ്ങളെ നാച്ചുറൽ മെത്തേഡ്സ്, അഗ്രികൾച്ചറിന് കൃഷിക്ക് നാച്ചുറൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ നിങ്ങളെ ഇൻസ്പയർ ആക്കിയത്? ഇൻസ്പയർ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരിപ്പിക്കുക, പ്രചോദനം നൽകുക. അപ്പോൾ വാട്ട് ഇൻസ്പയർഡ് യു ടു അഡോപ്റ്റ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. Can you walk us through your typical day on the farm? ഓക്കെ, നമുക്ക് ആ ഒരു ദിവസത്തെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരുമോ? Can you walk us through your typical day on the farm? How do you decide which vegetable, fruits and bananas to cultivate? എങ്ങനെയാണ് നിങ്ങൾ, എന്താണ് നിങ്ങൾ കൃഷി ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഹൗ ഡു യു ഡിസൈഡ്? എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? വെജിറ്റബിൾ ആണോ, ഫ്രൂട്ട്സ് ആണോ, ബനാന ആണോ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഹൗ ഡസ് യുവർ ഫാമിലി സപ്പോർട്ട് ഇമ്പാക്റ്റ് യുവർ ഫാമിംഗ് സക്സസ്? നിങ്ങളുടെ ഈ കൃഷിയിലുള്ള ഈ വിജയത്തിന് നിങ്ങളുടെ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു? ഹൗ ഡസ് യുവർ family support impact your farming success? What natural techniques do you use to maintain soil health? സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെ പ്രകൃതിപരമായിട്ടുള്ള ടെക്നിക്കാണ് താങ്കൾ യൂസ് ചെയ്യുന്നത്? ഹൗ ഡു യു മാനേജ് പേസ്റ്റ് ആൻഡ് ഡിസീസ് വിത്തൗട്ട് യൂസിങ് കെമിക്കൽസ്? കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഈ കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് 5 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് മസ്റ്റാണ്. കോംപ്രിഹെൻഷനും എഡിറ്റിങ്ങും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും, അത് ഷുവറാണ്. ഓക്കെ, നമുക്കൊന്ന് ഇത് എഡിറ്റ് ചെയ്ത് നോക്കാം. റീഡ് ദ ഗിവൻ പാസേജ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ദാറ്റ് ആർ അണ്ടർലൈൻഡ്. വൺ ഡേ എ ഫിഷർമാൻ ഗോ ഔട്ട് ടു സീ. അപ്പോൾ ഇവിടെ വൺ ഡേ ഏൻ, ഈ ഇവിടെ ഏൻ ഉള്ളതിൽ എന്താ മിസ്റ്റേക്ക്? നമ്മൾ ഏന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഫിഷർമാൻ അല്ലേ, അപ്പോൾ നമ്മൾ ഏന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്താണ്? ഏന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഫിഷർമാൻ ഗോ ഔട്ട് ടു സീ. ഗോ ഔട്ട് എന്ന് ഒരിക്കലും പറയില്ല, കാരണം ഗോ എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഗോൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്, അല്ലേ? നമ്മളിത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്, അപ്പോൾ ഒരിക്കലും ഗോ ഉപയോഗിക്കില്ല. എന്താണ്? ഗോൻ്റെ പാസ്റ്റ് ടെൻസായ വെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ടു സീ